Hi students, good morning all of you. Welcome back to my video class. Today discuss next topic, new measure of angles. Therefore, we are already studying three type of angles and sides ratio. Not for one is 30, 60, 90. What is the ratio? 1 is to root 3 is to 2. Same manner 45, 45, 90. Then sides ratio 1 is to root 2. And third 30, 30, 120. 1 is to root 3. This is the three important. Then one triangle. Its angles are take A, angle 30 degree. 60 opposite B, 90 opposite C. This is the one triangle. Then sides are increased. Sides length is changes. The verb its side length are 30 degree. Angles are 30 degree, 60 degree, and 90 degree. The verb its sides are take 30 opposite B, 60 opposite Q. And 90 opposite R. Two triangles angles are same. Then sides are but change. Therefore, size of the triangles are different. Therefore, two triangles are given. The triangles angles are equal. Therefore, these two similar triangles. We are studying 9th standard. What is the condition of similar triangles? Sides are multiple of a scalar. One side of similar triangles, corresponding sides are multiple of a scalar. That idea using and do this. First check two triangles are similar. അതായത് ഫസ്റ്റ് രണ്ട് ട്രയാങ്കിൾ നമ്മൾ എന്തായിട്ട് എടുക്കുക, സിമിലർ ട്രയാങ്കിൾ ആണ് എടുക്കുകയാണെങ്കിൽ ടു ട്രയാങ്കിൾസ് സിമിലർ ആണ്, അതായത് ആംഗിൾസ് ഈക്വൽ ആയ സിമിലർ ആവും. Two triangles similar ആയാൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ് പഠിച്ചിട്ടുണ്ട്. അതായത് ബി ബൈ എ എന്ന ബി എന്ന ലാർജ് സൈഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് എ. അതേമാതിരി 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യൂ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 60ന്റെ ഓപ്പോസിറ്റ് ഏതാ ബി ആണ്. ബി ഈക്വൽ ടു 90ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സി ആണ്. 90ന്റെ ഓപ്പോസിറ്റ് സി ആർ ആണ്. അപ്പോൾ R by C equal to, അതായത് ടു സിമിലർ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്. ആ സെയിം ആയതുകൊണ്ട് നമ്മൾ K വരും. എന്നിട്ട് ഫസ്റ്റ് റേഷ്യോ ലാസ്റ്റ് എടുക്കും. A by B by A equal to K. Take second and last. Q by B equal to K implies Q is equal to BK. Same manner, third ratio is equal to K. R by C is equal to K implies R is equal to CK. Three sides ratios are taken. Then find the ratio of sides. Here A is to B is to C. P is to Q is to R. What is P? P is AQ. AK and Q BK and C R CK. Therefore K cancel. Then what is the side say? A is to B is to C. Therefore angles are same or similar triangle. Then sides ratio are same. Either in any triangle of same angles given in different sides, the triangle of the sides are different but their ratio are in the same. In short form, the angle of a triangle different, the sides are in the same ratio. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ട്രിഗ്നോമെട്രിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ട്. ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാവുന്ന ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എപ്പോഴും എന്താ ചെയ്യുക, ടു സൈഡ്സ് തരും,
ഒരു ആംഗിളും തരും, പക്ഷെ ഹൈറ്റ് തരും. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ട്രിഗണോമെട്രി യൂസ് ചെയ്തേ പറ്റും. അപ്പൊ അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയ ഇൻട്രഡക്ഷൻ മാത്രം. അതായത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിന് നിങ്ങൾ ആദ്യം പേര് കൊടുക്കാൻ പഠിക്കും. എന്താണ് ട്രയാങ്കിളിന്റെ പേര്? ഒരു ട്രയാങ്കിളിന് എ ബി സി എന്ന് പേര് കൊടുക്കും. എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ അധികം നിങ്ങൾ എടുക്കേണ്ടത് എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്മോൾ എയും ബി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്മോൾ ബിയും സി എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് സ്മോൾ സിയും എടുക്കാം. അങ്ങനെ നമ്മൾ സൈഡ്സ് മാർക്ക് ചെയ്യാൻ പഠിക്കാം ഫസ്റ്റ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്താണോ തന്നത് അത് മാർക്ക് ചെയ്യും. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നത് ബിയും സിയും ആണെങ്കിൽ, അതായത് ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളും തരും, അതിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിൾ ഈ ബിയും സിയും എന്ന സൈഡാണ്. അതിന്റെ ഉള്ളിലുള്ള ആംഗിൾ ഏതാണ്? എ ആണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ വരികയാണെങ്കിൽ ഇതിന്റെ ഏരിയ കാണാൻ ബേസ് അറിയാം, സി ആണ്, പക്ഷെ ഹൈറ്റ് അറിയാം. അപ്പൊ ഹൈറ്റ് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം? ഹൈറ്റ് വരയ്ക്കാം. ജനറൽ ആയിട്ട് അതാണ് ചെയ്യേണ്ടത്, ഹൈറ്റ് വരയ്ക്കാം. അപ്പൊ അത് ഹൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ ആംഗിൾ തന്ന് നിങ്ങൾക്ക് ഏതറിയില്ല? ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രഡക്ഷനിൽ തന്നിരുന്നു സൈന്, കോസ്, ടാൻ ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതിൽ സൈൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് കാണാനുള്ള ഇക്വേഷൻ ആണ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. അപ്പം തന്ന ആംഗിൾ എവിടെയാണോ നോക്കാം, അതിന്റെ ഏത് സൈഡാണ് നിങ്ങൾക്ക് കാണേണ്ടത്? ഓപ്പോസിറ്റ് ആണ് തരുന്നത്. അപ്പൊ ആ ഓപ്പോസിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ 90 ഡിഗ്രി ഇവിടെ ആയതുകൊണ്ട് ഇത് എന്തായിട്ട് എടുക്കാം? ഹൈപ്പോട്ടനസ് ആണ് മാർക്ക് ചെയ്യുക. എപ്പോഴും നിങ്ങളോട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടു കഴിഞ്ഞാൽ ആ 90ന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈപ്പോട്ടനസ് എടുക്കുക. തന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എന്നും, പിന്നെ ഇത് എന്തായിരിക്കണം? അഡ്ജസന്റ് സൈഡ്. പക്ഷെ നമുക്ക് ഇവിടെ ഏതാണ് കാണുന്നത്? ഏരിയ കാണാൻ ഹൈറ്റ് ആണ് അറിയേണ്ടത്. ഹൈറ്റ് കാണാൻ എന്ത് ചെയ്യണം? ഈ തന്ന ആംഗിൾ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബി ആണ്. ബി ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടനസ് ആണ്. ഈ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും ഉള്ള സൈഡ് എന്താണ് നിങ്ങൾക്ക് പഠിച്ചതെന്ന് നോക്കാം. സൈൻ ആണോ, കോസ് ആണോ, ടാൻ ആണോ ആദ്യം ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. സൈൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസുമായിട്ടുള്ള ഇക്വേഷൻ ആണ് സൈൻ. സൈൻ ഏത് ആംഗിൾ വെച്ചിട്ടാണ്? എ എന്ന ആംഗിൾ വെച്ചിട്ടാണ്. അപ്പൊ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്താണ്? ഹൈറ്റും ഹൈപ്പോട്ടനസ് ആയിട്ട് നിങ്ങൾക്ക് തന്നത് ഏതാ? ബിയും ആണെങ്കിൽ സൈൻ എ കാണാൻ എച്ച് ബൈ ബി ആണ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി സൈൻ എ ആണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ബി തന്നെയാണ്. അല്ല, ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? ബേസില് സി ആണ്. ഹൈറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു. എന്താണ് ഹൈറ്റ് കണ്ടുപിടിച്ചത്? ബി സൈൻ എ ആണ്. അതുകൊണ്ട് ഏരിയയുടെ ഇക്വേഷൻ എന്തായി മാറും? ഹാഫ് ഇൻറ്റു ഇവിടെ ഏതൊക്കെയാണ് സൈഡ്? ബിയും സി ആണ്. അതുകൊണ്ട് ബി സി സൈൻ എ. അങ്ങനെ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആയി. എന്തായിരിക്കും? ബിയും സിയും ആണ് തന്നെ ഇൻക്ലൂഡ് ആംഗിൾ ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു സി സൈൻ എ. അത് എയും ബിയും ആണ് തരുന്നതെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു എയും ബിയും ആണെങ്കിൽ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഏതാ വരിക? ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതാ? സി ആയിരിക്കും വരിക. ഏരിയ കാണാൻ ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു, ഇനി എയും സിയും ആണ് തരുന്നത് വെച്ചാലോ സൈൻ ബി ആണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഇക്വേഷൻ ആണ്? ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ തന്ന രണ്ട് സൈഡ് എല്ലാത്തിലും നിങ്ങൾ പഠിക്കാം. ബിയും സി ആണ് തന്നു വെച്ചാൽ അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ തന്നാൽ ഹാഫ് ഇൻറ്റു ഗിവൺ സൈഡ്സ് ബി ആൻഡ് സി ഇൻറ്റു സൈൻ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ. അതേപോലെ എ ബി ആണ് ഗിവൺ തന്നെങ്കിൽ എ ഇൻറ്റു ബി സൈൻ സി ആയിരിക്കും.
ഹാഫ് ഇൻറ്റു എ സി സൈൻ ബി ആയിരിക്കും. ഇക്വേഷൻസ് മൂന്നെണ്ണം പഠിക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ 2 സെന്റിമീറ്ററും ഇവിടെ 5 സെന്റിമീറ്ററും ആംഗിൾ ഏതെങ്കിലും മെഷർമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ 40 ഡിഗ്രി ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഹാഫ് ഇൻറ്റു ബി 2 ആയിട്ട് എടുക്കുക, സി എത്രയായിട്ട് എടുക്കുക? 5 ആയിട്ട് എടുക്കുക, സൈൻ എ എത്രയായിട്ട് എടുക്കുക? 40 ഡിഗ്രി. ഇനി സൈൻ 40ന്റെ വാല്യൂ നമ്മൾ ടേബിളിൽ ഇനി പഠിപ്പിക്കും, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഏരിയ കാണാനുള്ളത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇത് നിങ്ങൾക്ക് അറിയാം, എല്ലാ ആംഗിളും 90നേക്കാൾ ലെസ് ആണ്, അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പം ആംഗിൾസ് എന്താവുമ്പോഴാണ് ഇത് പഠിക്കേണ്ടത്? ആംഗിൾസ് ആർ അക്യൂട്ട്. അക്യൂട്ട് ആവുമ്പോഴാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അതായത് 90നേക്കാൾ കുറവാണ്, നിങ്ങൾക്ക് നേരെ തന്ന രണ്ട് സൈഡും സൈൻ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിളും ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയന്റെ ഇക്വേഷൻ എത്തിക്കാം. അപ്പൊ ഒരു ട്രയാംഗിൾ ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാംഗിൾ ആണ് എ ബി സി എന്ന് വിചാരിക്കുക. എന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സ്മോൾ എയും ബിന്റെ ഓപ്പോസിറ്റ് ബിയും സിന്റെ ഓപ്പോസിറ്റ് സ്മോൾ സിന്നും മാറ്റും. നമുക്ക് തന്ന ആംഗിൾ ബി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഹൈറ്റ് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഹൈറ്റ് ഇതിലേക്ക് മാർക്ക് ചെയ്യും. അപ്പൊ ഹൈറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയി. നമുക്ക് ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബേസ് അതിലേക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. അപ്പൊ എവിടെയെങ്കിലും ഒരു ആംഗിൾ കിട്ടണം. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? 180 മൈനസ് ബി എന്ന ആംഗിൾ ആണ് തന്നിച്ചാൽ 180 മൈനസ് ബി ആയിരിക്കും ഈ ആംഗിൾ. ഇവിടെ ഒരു എ ആണ് തന്നിരുന്നെങ്കിൽ 180 മൈനസ് എ ആയിരിക്കും, കാരണം ലീനിയർ അല്ലേ. ഇനി നമുക്ക് ഹൈറ്റ് കാണണമെങ്കിൽ ട്രയാംഗിളിന്റെ ഏത് സൈഡാണ് കാണേണ്ടത്? തന്ന മെഷർമെന്റിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കാണുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനീസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടനീസ് സി ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഹൈറ്റ് കാണേണ്ടത്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് 180 മൈനസ് ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റും ഹൈപ്പോട്ടനീസ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? സൈൻ 180 മൈനസ് ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സൈൻ ആയതുകൊണ്ട് ഓപ്പോസിറ്റും അഡ്ജസൻസ് ആയിട്ട് ഹൈപ്പോട്ടനീസ് എഴുതാം. സൈൻ 180 മൈനസ് ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എന്താ? ഹൈറ്റ് ആണ്, ഹൈപ്പോട്ടനീസ് സി ആണ്. ഇനി എച്ച് ഇസ് ഈക്വൽ ടു സി സൈൻ 180 മൈനസ് ബി ആണ്. ഇങ്ങനെ ഹൈറ്റ് കിട്ടി. ഇനി നമ്മുടെ ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ ഫിഗറിൽ ബേസ് ആയിട്ട് ട്രയാംഗിളിന്റെ ബേസ് ആയിട്ട് ഏതാണ്? എ ആണ്. ഹൈറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, എന്താണ്? സി ആണ്. സി സൈൻ 180 മൈനസ് ബി. അപ്പം ഹാഫ് എ സി സൈൻ 180 മൈനസ് ബി ആയിരിക്കും ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അതായത് തന്ന സൈഡ് എയും സിയും ആണെങ്കിൽ സൈൻ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്താ വരിക? 180 മൈനസ് ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് 180 മൈനസ് ബി. അപ്പൊ ഈ ആംഗിൾ അപ്പൊ എത്രയായിരിക്കും? നമ്മുടെ ആംഗിൾ കിട്ടും. 180 മൈനസ് ബി ആയതുകൊണ്ട് ഈ ആംഗിൾ ആയിരിക്കും തരും. അപ്പൊ നിങ്ങൾക്ക് അതും നിങ്ങൾ എന്ത് ചെയ്യാം? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ആണെങ്കിൽ 90നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ 180 മൈനസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്ന സൈഡ് ബിയും സിയും ആണെങ്കിൽ എന്തായിരിക്കും വരിക? സൈൻ 180 മൈനസ് എ ആയിരിക്കും. ഏരിയ ഹാഫ് ഇൻറ്റു എയും ബിയും ആണ് തന്നെങ്കിൽ സൈൻ 180 മൈനസ് സി ആയിരിക്കും. ഇതാണ് എന്ത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻസ്. അപ്പൊ ഇൻ ജനറൽ ആയിട്ട് ഏരിയ കാണാൻ